കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാരുണ്യ ഫാർമസിയിൽ വൈദ്യുതി നിലച്ചാൽ മരുന്ന് വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. UPS ഇല്ലാത്തതാണ് കാരണം. UPSനായി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കിട്ടിയില്ല എന്ന് സ്റ്റോർ ഇൻചാർജ് പറഞ്ഞു. വൈദ്യുതി പോയാൽ മൊബൈൽ വെളിച്ചത്തിലാണ് മരുന്ന് തിരയുന്നത്. കരണ്ട് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാരുണ്യ ഫാർമസിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇരുട്ടിൽ തപ്പിയാണ് ജീവനക്കാർ മരുന്ന് കണ്ടെടുക്കുന്നത്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാത്തതിനാൽ ബില്ലും എഴുതി നൽകേണ്ടി വരുന്നു. ഇതെന്താണ് ഈ മരുന്ന് ഇവിടെ കിട്ടാത്തതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ കമ്പ്യൂട്ടർ വർക്കാകുന്നില്ല, അതിന് കറണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഒരു കൊല്ലത്തോളമായിട്ട് UPS വർക്ക് ആകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ആരോഗ്യവകുപ്പ് നന്നാക്കി കൊടുക്കുന്നില്ല? ഇത് നന്നാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. വൈദ്യുതി ബന്ധം നിലച്ചാൽ പ്രവർത്തിക്കേണ്ട UPS തകരാറിലായതാണ് കാരണം. UPS ശരിയാക്കി നൽകാനായി സ്റ്റോർ ഇൻചാർജ് ആവശ്യമുന്നയിച്ചിട്ടും പരിഹാരമൊന്നുമായില്ല. അതുകൊണ്ട് അടിയന്തരമായി വിഷയം പരിഹരിക്കപ്പെട്ട് UPS സംവിധാനത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സേവനം കൃത്യമായി ലഭ്യമാക്കണം. നമ്പർ 1 ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന പോലെ പ്രവർത്തിച്ചും നമ്പർ 1 ആരോഗ്യവകുപ്പാന്ന് കാണിച്ചു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ദിവസത്തെ മാത്രം പ്രശ്നമല്ല ഇത്. നിർധരരായ നൂറുകണക്കിന് രോഗികളുടെ ആശ്രയമായ കാരുണ്യ ഫാർമസിയിലെ മരുന്ന് വിതരണത്തിലെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. മീഡിയ 1 കോഴിക്കോട്.